Good morning. Okay. നമ്മള് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിലെ നാബ് ആയിരുന്നല്ലോ എടുത്തത്. എന്താണ് നാബിന്റെ ഫുൾ ഫോം? ഓർക്കുന്നുണ്ടോ? നാബിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? നാബിന്റെ ഫുൾ ഫോം National Accreditation Board for Hospital and Health Care Providers. Okay. ഇനി നാബിന്റെ സ്റ്റാൻഡേർഡ്സ് എത്ര ഇയേഴ്സ് കൂടുമ്പോഴാണ് റീ എക്സാമിൻ ചെയ്യുന്നത്? 4 years കൂടുമ്പോ. വെരി ഗുഡ്. Expand QCI. Expand QCI. Quality Council of India. Okay. Okay. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം ട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാബിന് എത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഓർക്കുന്നുണ്ടോ? നാബിന്റെ സ്റ്റാൻഡേർഡ്സ് എത്രയാണ്? 100 അല്ലേ? 100 സ്റ്റാൻഡേർഡ്സും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? എത്ര ചാപ്റ്റേഴ്സ് ഉള്ളത് നാബിന്? 10 ചാപ്റ്റേഴ്സ്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ആണ് 10 എണ്ണമാണുള്ളത്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും. ഇനി പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ് വരുന്നത്? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, ACC. നമ്മള് ഏതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ COP എന്ന് പറഞ്ഞാൽ എന്താണ്? കെയർ ഓഫ് പേഷ്യന്റ്. ഇനി MOM എന്ന് പറഞ്ഞാല് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. ഇനി PRE എന്ന് പറഞ്ഞാല് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇനി HIC എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. അപ്പൊ ഏതിലൊക്കെ വരുന്നു? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതും ഓർത്ത് വെച്ച് പഠിക്കാം. ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഏതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വരാറുണ്ട്. അതുപോലെ തന്നെ ഇനി ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. ഇനി എന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM. ഫെസിലിറ്റി മാനേജ്മെന്റ്, FMS. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM. അതുപോലെ തന്നെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. കേട്ടോ, ഇതിലൊക്കെയാണ് വരുന്നത്. എക്സ്പാൻഷൻ ചിലപ്പോ ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇമ്പോർട്ടന്റ് ചോദിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇതും ചോദിക്കാം കേട്ടോ. ഏതൊക്കെയാണ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഓർത്ത് വെച്ച് ഇതിൽ കോഡൊക്കെ വെച്ച് പഠിക്കാൻ നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് NABH കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. NABHന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു 32 ഫോർമുലാസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, 32 ഫോർമുലാസ് പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. ഓരോ പേജിലും ഇന്ന ഭാഗം സ്ട്രെസ് കൊടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന ഫോർമുല സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓരോ ഭാഗവും കഴിയുമ്പോഴും പറഞ്ഞു തരാം. 32 എണ്ണം കൃത്യമായിട്ട് പഠിക്കേണ്ടതില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം.
32 ഫോർമുല നമുക്ക് നോക്കണം. ഇനി എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? പഠിച്ചിട്ടില്ലേ ഇൻഡിക്കേറ്റേഴ്സ്? നമ്മൾ CSST-യിലൊക്കെ പഠിച്ചിട്ടില്ലേ? എന്താണ് ഇൻഡിക്കേറ്റേഴ്സ്? എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? ഓർക്കുന്നുണ്ടോ? എന്താണ് മീനിങ് ഇൻഡിക്കേറ്റേഴ്സിന്റെ? സൂചകങ്ങൾ അല്ലെ? ഓക്കെ, സൂചകങ്ങള് അല്ലെ? CSST-യിൽ എന്താണ്? ഓട്ടോക്ലേവ്, അതുപോലെ കെമിക്കൽ ആയിട്ടുള്ള അത് യൂസ് ചെയ്തുകൊണ്ട് എന്തിന് ക്വാളിറ്റി ഉണ്ടോ നോക്കുന്നതാണ് ചെയ്യുന്നത് അല്ലെ? സ്ട്രിപ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാറില്ലേ? അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് ഇല്ലേ? അതൊക്കെ എന്താണ്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണല്ലേ? അതെന്താ നോക്കുന്നത്? മെഷീൻസ് ക്വാളിറ്റിയോടെയാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെയുള്ള സൂചകങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെയും എന്താണ്? നാബിലും എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് KPI, എക്സ്പാൻഡ് KPI ചോദിക്കാവുന്നതാണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് assist in helping to systematically monitor, assess and continually enhance service performance. എന്താണ് പറയുന്നത്? നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വഴി നമുക്ക് എന്താണ് അവിടെയുള്ള ആ പെർഫോമൻസ് ലെവൽ നമുക്ക് അളക്കാൻ പറ്റും അല്ലെ? ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള പെർഫോമൻസ് ആണോ എന്ന് നമുക്ക് ഈ സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, അത് നിരീക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നത് ആരാണ്? ഈ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, അവരെത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിലെ ഓരോ സ്റ്റാഫുകൾ, ഡോക്ടേഴ്സ് ആയാലും മറ്റ് സ്റ്റാഫുകളായാലും അതുപോലെ എല്ലാ സ്റ്റാഫുകളും എന്തോരം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യാനായിട്ടും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? ഹൗ ദേ themselves, key performance indicators cannot improve performance. However, they do provide signposts. എന്താണ് സൈൻ പോസ്റ്റ് എന്ന് പറഞ്ഞാല്? സൈൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വഴികാട്ടിയാണല്ലേ? വഴികാട്ടി. ദാറ്റ് signal progress toward goals and objective as well as opportunity for sustainable progress. എന്താണ് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്? സ്വയം പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നില്ല, സ്വയം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റില്ല. പകരം എന്താണ് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതൊരു വഴികാട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സൂചകങ്ങള് നമുക്കൊരു വഴികാട്ടിയാണ് അല്ലെ? സൈൻ പോസ്റ്റുകളാണ്. സൈൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടികളായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ അവരുടെ ഹോസ്പിറ്റലിലുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴികാട്ടിയായിട്ടാണ് സൂചകങ്ങള് നിൽക്കുന്നത്. ഓക്കെ, അതുവഴി നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്താണോ, അല്ലെങ്കിൽ സ്റ്റാഫുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ, ഇനി മെച്ചപ്പെടുത്തേണ്ടത് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സൂചകങ്ങൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, സൂചകങ്ങള് എങ്ങനെയാണ്? വഴികാട്ടികളായിട്ടാണ് നിൽക്കുന്നത് അല്ലെ? ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്ക് ഏതൊക്കെയാണ് ഫോർമുലാസ് എന്നുള്ളത് നോക്കാം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് are likely to be monitored by health care organizations. First formula ആണ് എന്ത്? The time taken for initial assessment. എന്താണ് initial assessment എന്ന് പറഞ്ഞാല്? എന്താണ് initial assessment മീനിങ്? പ്രാഥമിക വിലയിരുത്തല്. ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാല് തുടക്കത്തില്. ഓക്കെ, അപ്പോ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തല്, അതിലെടുക്കുന്ന സമയം, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫോർമുലയിൽ കേട്ടോ. നമുക്ക് നോക്കാം. The time should begin from the time that the patient has reached at the bed of the ward till the time and the
time that the initial evaluation has been completed by the doctor. അപ്പൊ എന്താ പറയുന്നത്, ഒരു രോഗി ഹോസ്പിറ്റലിൽ എത്തി, അവിടെ എന്താണ് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ വാർഡിൽ അഡ്മിറ്റ് ആക്കും. അങ്ങനെ വാർഡിൽ അഡ്മിറ്റ് ആക്കി വാർഡിലേക്ക് ആ പേഷ്യന്റ് എത്തിയത് മുതല് രോഗിയെ ഡോക്ടർ വന്ന് കാണുന്ന അല്ലെങ്കിൽ ഡോക്ടർ വന്ന് കണ്ട് ഒരു പ്രാഥമിക മൂല്യനിർണ്ണയം നടത്തുമോ അല്ലെ, അങ്ങനെയുള്ള ആ പ്രാഥമിക മൂല്യനിർണ്ണയ ആ ടൈം വരെയുള്ള അതിനെടുക്കുന്ന ആ ടൈം, അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു രോഗി വാർഡിലെത്തി, അത് മുതൽ വാർഡിൽ എത്തിയ ആ ടൈം മുതൽ ഡോക്ടർ എപ്പോഴാണ് പ്രാഥമിക വിലയിരുത്തലിന് വരുന്നത്, ആ ടൈം വരെയുള്ള അതുവരെയുള്ള ആ ടൈം ഗ്യാപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പ്രാഥമിക വിലയിരുത്തലിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? The time taken for initial assessment. ഒരു രോഗി വാർഡിലെത്തി, അവിടെ ആ ടൈം മുതൽ ഡോക്ടർ വന്ന് പ്രാഥമിക അസസ്മെന്റ് ചെയ്യുന്നത് മുതലുള്ള ആ ടൈം, അതുവരെയുള്ള ടൈം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. സം ഓഫ് ടൈം taken for initial assessment divided by total number of admissions. എന്താ പറയുന്നത്, നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു കുറുക്ക് വഴി പറഞ്ഞു തരാം. ഈ ഫോർമുല പഠിക്കേണ്ടത്, ഇതിന്റെ ഹെഡിങ് നോക്കിയേ. The time taken for initial assessment ആണ് അല്ലെ. ഓക്കെ, ഇതിന്റെ ഹെഡിങ് തന്നെയാണ് ഇവിടെ ന്യൂമറേറ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഓക്കെ, അത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഓരോ ഫോർമുലാസിനും അത് തന്നെയുണ്ട്, ന്യൂമറേറ്റർ തന്നെയാണ് ഹെഡിങ്. ക്ലിയർ ആയോ? അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല പറഞ്ഞു തരാം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോ സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. എന്താ പറയുന്നത്, ഇനീഷ്യൽ അസസ്മെന്റിന് എടുത്ത ടൈം അല്ലെ, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്, പ്രാഥമിക വിലയിരുത്തലിന് എടുത്ത ടൈം ഡിവൈഡഡ് ബൈ എത്ര പേരാണ് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത്, ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് കിട്ടും. ക്ലിയർ ആയോ? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്, പ്രാഥമിക വിലയിരുത്തലിന് എടുത്ത ആ ടൈം, ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ എത്ര പേരാണ് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത്, ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. ഓക്കെ ആണോ ഫസ്റ്റ് ഫോർമുല? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ്. എന്താണ് ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാല്? എന്താണ് ഇൻവെസ്റ്റിഗേഷൻ? എന്താണ് മീനിങ്? പരിശോധന, ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, പരിശോധന അല്ലെ. എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇൻവെസ്റ്റിഗേഷന്? എങ്ങനെയാണ് കണ്ടെത്തുന്നത്? രോഗം കണ്ടെത്തുന്നതാണ്. എങ്ങനെ രോഗം കണ്ടെത്തുന്നുണ്ട്? എന്തൊക്കെയാണ് ചെയ്തിട്ടാണ് രോഗം കണ്ടെത്താം? ടെസ്റ്റുകൾ അല്ലെ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാല് പല ടെസ്റ്റുകളിലൂടെ, സ്കാനിങ് അല്ലെ, എക്സ്റേ നടത്താറുണ്ട്. ഓക്കെ, എക്സ്റേ, CT സ്കാൻ, MRI, അതുപോലെ യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് അല്ലെ, പല പല ടെസ്റ്റിലൂടെയാണ് നമ്മള് രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോ പെട്ടെന്ന് തന്നെ ഓർമ്മ വരണം എന്താണ്? ടെസ്റ്റുകളാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ദ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. എന്താണ്? ഒരു 1000 എണ്ണം ലാബ് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണത്തില് എറേഴ്സ് ഉണ്ടാകുന്നുണ്ട്, അതാണ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. മനസ്സിലായോ? 1000 ഇൻവെസ്റ്റിഗേഷൻ, 1000 ടെസ്റ്റുകൾ നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എറേഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർമുല നോക്കിയേ.
നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, എത്ര റിപ്പോർട്ടുകളിലാണ് എറേഴ്സ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, എറേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്, എത്ര എണ്ണം പെർഫോം ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണം ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, അതേ ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ഫോർ 1000 ഇൻവെസ്റ്റിഗേഷൻ കിട്ടും. 1000 എണ്ണം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണത്തിനാണ് എറേഴ്സ് വരുന്നത് എന്ന് നമുക്ക് കിട്ടുന്നു. ക്ലിയർ ആയോ? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എത്ര എറേഴ്സുകളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്, എത്ര ടെസ്റ്റുകളാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ടോട്ടൽ നമ്പർ 1000. ഓക്കെ ആണോ? രണ്ട് ഫോർമുലാസ് ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങള് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഫോർമുലയുടെ ന്യൂമറേറ്റർ തന്നെയാണ് അതിന്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് വെച്ച് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ രണ്ട് ഫോർമുലേസും. ഫോർമുലാസ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം കൃത്യമായിട്ട്. അയച്ചു കഴിഞ്ഞാല് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ കമ്പിടാം കേട്ടോ, കമന്റ് ഇട്ടാ മതി. ക്ലിയർ ആണ്? രണ്ടും ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. തേർഡ് വൺ നോക്കാം കേട്ടോ. Third one, percentage of adherence to safety precautions by staff working in diagnostics. അപ്പൊ എന്താണ് adherence എന്ന് പറഞ്ഞാല്? എന്താ മീനിങ്? എന്താ മീനിങ് adherence? adhering എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പാലിക്കുക. ഓക്കെ, പാലിക്കുക. അഡ്ഹറിംഗ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ അഡ്ഹറൻസ് എന്ന് പറഞ്ഞാലും പാലിക്കുക. ഇനി നമ്മള് എന്താണ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണോ അല്ലെ? സ്റ്റാഫുകള് ഏത് മേഖലയിൽ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ടത്? ഓർക്കുന്നുണ്ടോ പഠിച്ചത്? എവിടെ ആയിരിക്കാം, ഏത് ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം കൂടുതലായിട്ട് നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ടത്? സ്റ്റാഫുകളും. റേഡിയേഷൻ അല്ലെ, നമ്മൾ റേഡിയോളജിയിൽ പഠിച്ചിട്ടുണ്ടല്ലേ? റേഡിയേഷൻ ചെയ്യുമ്പോ അല്ലെ, പേഷ്യന്റിനെ റേഡിയേഷൻ ചെയ്യുമ്പോ അല്ലെ, സ്കാനിങ് നടത്തുമ്പോ എന്ത് ചെയ്യണം? സേഫ്റ്റി പ്രിക്കോഷൻസ് ധരിക്കണം അല്ലെ? ഏതൊക്കെയാണ് ഓർക്കുന്നുണ്ടോ? പറയാൻ പറ്റോ ഏതൊക്കെയാണെന്നുള്ളത്? ഗ്ലൗസ്, വെരി ഗുഡ്, ഗ്ലൗസ് ധരിക്കണം അല്ലെ? ഇനി എന്താണ്? ഐ ഷീൽഡ്, എന്താണ്? കണ്ണടകള്, ഗൂഗിൾസ് അല്ലെ, അതുപോലെ മാസ്കുകള് അല്ലെ, ഷീൽഡ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യാൻ? ഡ്രസ്, ഗ്ലൗസ്, ഇതൊക്കെ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇങ്ങനെ സ്റ്റാഫുകള് പല ടെസ്റ്റുകളും നടത്തുമ്പോ പല ടെസ്റ്റുകളും നമ്മള് നടത്തുമ്പോ MRI സ്കാൻ ആയാലും എക്സ്റേ ആയാലും അതുപോലെ CT സ്കാൻ ആയാലും പേഷ്യൻസിന് എടുക്കുമ്പോ എത്ര പേര് ഇങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നുണ്ട്? ഓക്കെ, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എത്ര പേരാണ് ഇങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ പാലിക്കുന്നത്? അവരുടെ ടോട്ടൽ പെർസെന്റേജ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഹെഡിങ് ഓക്കെ ആണോ? ഓക്കെ, ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ഡിവൈഡഡ് ബൈ
number of staff audited into 100. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? number of staff adhering to safety precautions. എത്ര സ്റ്റാഫുകളാണ് ഇങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ധരിച്ച് അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പാലിക്കുന്നത്. ഓക്കെ, അവരുടെ ടോട്ടൽ നമ്പർ. ഓക്കെ, സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ എത്ര വർക്കേഴ്സ് മൊത്തത്തില് വർക്ക് ചെയ്യുന്നുണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എത്ര സ്റ്റാഫുകള് ടോട്ടൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ എണ്ണം ഇൻടു 100. ഓക്കെ, എത്ര പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൽ എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്, അതാണ് നമ്മളിവിടെ കാണുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല എന്താണ്? നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്. എത്ര പേരാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് ധരിക്കുന്നത്, പാലിക്കുന്നത്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേര് അവിടെ ടോട്ടൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ. എത്ര പേരാണ് അവിടെ മൊത്തം വർക്ക് ചെയ്യുന്നത്, അവരുടെ ടോട്ടൽ നമ്പർ ഇൻടു 100. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് ഫോർമുല മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്. എന്താണ് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് എന്ന് പറഞ്ഞാല്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താണ് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്? മെഡിസിനിൽ അല്ലെ, മെഡിസിനിൽ നമ്മള് വരുന്ന തെറ്റുകള് അല്ലെ, മെഡിസിൻ ചിലപ്പോ നമ്മൾ കൊടുക്കുമ്പോഴോ അല്ലെ എന്തെങ്കിലും കൊടുക്കുമ്പോഴോ ഡോസ് കൂട്ടി കൊടുക്കുക, ചിലപ്പോ കൊടുക്കുമ്പോ ഡോസ് കുറച്ച് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന എറേഴ്സ് റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മരുന്നുകൾ കൊടുക്കുമ്പോൾ എറേഴ്സ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. എ മെഡിക്കേഷൻ എറേഴ്സ് ഈസ് എനി പ്രിവെന്റബിൾ ഇവന്റ് that may cause and lead to unsuitable medication use or patient harm while the medication is in the control of a healthcare professional, patient or consumer. ഇനി എന്താണ് മെഡിക്കേഷൻ എറേഴ്സ് വരാതെ നമുക്ക് നോക്കാൻ പറ്റും അല്ലെ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അല്ലെ. മെഡിസിനുകൾ കൊടുക്കുമ്പോൾ എറർ വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഡോക്ടേഴ്സ് ആയാലും അവർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ തെറ്റുകൾ വരാം അല്ലെ, അതുപോലെ തന്നെ നഴ്സുമാര് ഒരു മരുന്നുകൾ രോഗികൾക്ക് കൊടുക്കുമ്പോൾ തെറ്റുകൾ വരാം അല്ലെ, പിശകുകൾ സംഭവിക്കാം. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എങ്ങനെയൊക്കെ തെറ്റുകൾ വരാം? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കൊടുക്കുമ്പോൾ ചിലപ്പോ മരുന്നിന്റെ ഡോസ് കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ മരുന്ന് ഡോസ് കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പേഷ്യൻസ് തന്നെ കഴിക്കും അല്ലെ മരുന്നുകള്. അവിടെ അഡ്മിറ്റ് ആയ പേഷ്യൻസ് തന്നെ കഴിക്കാറുണ്ട് മരുന്നുകൾ ഇല്ലേ. അപ്പൊ മരുന്നുകൾ അങ്ങനെ കഴിക്കുമ്പോൾ അവര് തന്നെ കഴിക്കുമ്പോഴും എന്താണ് ഡോസ് കൂടാം അല്ലെങ്കിൽ ഡോസ് കുറയാം ഇല്ലേ. ഇൻസുലിനൊക്കെ കുത്തിവെക്കുമ്പോൾ ചിലപ്പോ എന്താണ് അവര് തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അപ്പൊ ചിലപ്പോ കൂടാം, അതിന്റെ ഡോസ് കൂടാം കുറയാം. അതുപോലെ തന്നെ ഇപ്പൊ മരുന്ന് 5 ml കഴിക്കുന്നത് ചിലപ്പോ അല്ലെ അതിന്റെ ടൈമുകളിൽ വ്യത്യാസം വരാം ഇല്ലേ. അതുപോലെ ഹാഫ് കഴിക്കേണ്ടത് ചിലപ്പോ അത് ഫുൾ അങ്ങനെ തന്നെ ചിലപ്പോ കഴിക്കാം. അപ്പൊ അങ്ങനെയുള്ള പിശകുകൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നോക്കണം, അത്യാവശ്യമാണ്. അങ്ങനെയുള്ള തെറ്റുകൾ വരാതിരിക്കാൻ ഓവർഡോസ് ആവാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള എറേഴ്സ് റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, total number of medication errors divided by total number of opportunities of medication errors into 100 എന്ന് പറയുന്നത് അവിടെ എന്താണ് ഇവിടെ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. മരുന്നുകളില് എത്ര പിശകുകൾ വന്നിട്ടുണ്ട് മരുന്ന് കൊടുക്കുന്നതിൽ അല്ലെ, മരുന്നുകളിലെ പിശകുകളുടെ ടോട്ടൽ എണ്ണം. ഓക്കെ, എറേഴ്സ് മരുന്ന് കൊടുക്കുന്നതിന്റെ എറേഴ്സിൽ വരുന്ന എറേഴ്സ് വന്നിട്ടുണ്ടോ, എത്ര എണ്ണത്തിന് എറേഴ്സ് വന്നിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ
ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. എന്താണ്? മരുന്ന് പിശകുകൾ വരാനുള്ള സാധ്യതകളുടെ എണ്ണം. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവസരങ്ങൾ അല്ലെ. ഓക്കെ, മരുന്ന് പിശകുകള്, എറേഴ്സ്, മരുന്നിന്റെ എറേഴ്സ് വരാനുള്ള സാധ്യതകളുടെ എണ്ണം അത് ഇൻറ്റു 100. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കേഷൻ എറർ റേറ്റ് കിട്ടും. ഒന്നുകൂടിയും പറയാം. മരുന്ന് പിശകുകളുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ മരുന്ന് പിശകുകൾ വരാനുള്ള സാധ്യതകളുടെ എണ്ണം ഇൻറ്റു 100. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. 3ഉം 4ഉം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താ പറയണ്ടേ? മെഡിക്കേഷൻ എറേഴ്സ് ആണോ? മെഡിക്കേഷൻ എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് divided by total number of opportunities of medication errors into 100. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. എന്താണ്? മരുന്ന് കൊടുക്കുമ്പോ അതിൽ എത്ര എണ്ണം പിശകുകൾ വന്നിട്ടുണ്ട് അല്ലെ? മരുന്ന് പിശകുകളുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ മരുന്ന് പിശകുകൾ വരാനുള്ള സാധ്യതകളുടെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആയോ? ഇപ്പോ ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഫോർമുല കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം കേട്ടോ. ഓരോ പേജ് കഴിയുമ്പോൾ മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്തി തരാം, മാർക്ക് ചെയ്ത് തരാം. അത് സ്ട്രെസ് കൊടുത്ത് പഠിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് ഫോർമുല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 3ഉം 4ഉം ഫോർമുലയില് ക്ലിയർ ആണോ? ഓക്കെ, ഇനി 5th വൺ നോക്കാം. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ ഫോൺ അബ്രിവേഷൻസ്. എന്താണ് അബ്രിവേഷൻസ്? പഠിച്ചിട്ടില്ലേ നമ്മള് ടെർമിനോളജിയില്? പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ. എന്താണ് അബ്രിവേഷൻസ്? എന്തായിരുന്നു? ഫുൾ ഫോം ആണോ അബ്രിവേഷൻ? ഫുൾ ഫോം ആണോ ഷോർട്ട് ഫോം ആണോ?
ഷോർട്ട് ഫോം ഉറപ്പിച്ചതാണ്. ഷോർട്ട് ഫോം ആണ് അല്ലെ അബ്രിവേഷൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, പാരസിറ്റാമോളിന്റെ ഷോർട്ട് ഫോം എന്താണ്? ഓർമ്മയുണ്ടോ? പാരസിറ്റാമോളിന്റെ ഷോർട്ട് ഫോം എന്താണ്? PCM അല്ലെ? പാരസിറ്റാമോളിന്റെ ഷോർട്ട് ഫോം ആണ് PCM. ഓക്കെ, അപ്പോ നമ്മളിങ്ങനെ എന്താണ് അബ്രിവേഷൻസ് ഒക്കെ എഴുതാറുണ്ട് അല്ലെ? ഓക്കെ, അബ്രിവേഷൻസ് ഒക്കെ എഴുതാറുണ്ട്. ഡോക്ടേഴ്സ് ഒക്കെ എഴുതുന്നത് എങ്ങനെയാണ്? മരുന്നുകളൊക്കെ മെഡിസിൻസ് ഒക്കെ എഴുതുന്നത് ചുരുക്ക രൂപത്തിലാണ്, അബ്രിവേഷൻസ് രൂപത്തിലാണ്. അപ്പൊ ഡോക്ടേഴ്സ് ഷോർട്ട് ഫോംസിലാണ്. അപ്പോ മരുന്നുകള് ചാർട്ട് ചെയ്യുമ്പോൾ എറേഴ്സ് സംഭവിക്കുന്നുണ്ട്. അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര എണ്ണത്തിന് എറേഴ്സ് സംഭവിക്കുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചുരുക്കി എഴുതുമ്പോ ഡോക്ടേഴ്സ് ആയാലും ഇങ്ങനെ ചാർട്ട് ചെയ്യുമ്പോൾ ചുരുക്കി എഴുതി ചാർട്ട് എഴുതുമ്പോ അതില് തെറ്റുകൾ വരാം. അതുപോലെ തന്നെ ചിലപ്പോ ഇങ്ങനെ ചുരുക്ക രൂപം മനസ്സിലാവാണ്ട് ഫാർമസിയിൽ നിന്നൊക്കെ മരുന്നുകളൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ അവർക്കും തെറ്റുകൾ സംഭവിക്കാം, മരുന്ന് മാറി കൊടുക്കാം. അപ്പോഴും എന്താണ് തെറ്റുകൾ വരുന്നുണ്ട് അല്ലെ? അതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Errors from abbreviations should be defined in accordance with the guidelines set down by for safe medication practice. Okay, നമ്മൾ പറഞ്ഞത് എന്താണ്? ഇങ്ങനെ ചുരുക്കി എഴുതുമ്പോൾ എറേഴ്സ് വരുന്നത് അത് സ്റ്റാൻഡേർഡ്സിന് ദോഷകരമാണ് അല്ലെ? നല്ല രീതിയിൽ എന്താണ് മരുന്ന് മാറിക്കൊടുക്കുന്നതൊക്കെ എന്താണ് നല്ല നിലവാരമുള്ള ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണോ? ഇല്ല. അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കി കറക്റ്റ് നമ്മള് എന്താണ് ഇപ്പൊ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയമൊക്കെ തോന്നിക്കഴിഞ്ഞാല് ഒന്നുകൂടി ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റ് ആണോ, ഈ മരുന്ന് തന്നെയാണോ എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മള് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ചാർട്ട് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് ചുരുക്കരൂപം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് തെറ്റുകൾ വരാത്ത രീതിയിൽ വേണം ചാർട്ട് ചെയ്യാനായിട്ട്. അതൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണ് അല്ലെ? ഓരോ രോഗികളും മരിക്കാം അല്ലെ? മരണസാധ്യതയ്ക്ക് കൂടാം അങ്ങനെ മരുന്നൊക്കെ മാറിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്. കൃത്യമായിട്ട് എറേഴ്സ് വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എറേഴ്സിന്റെ പെർസെന്റേജ് നോക്കി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എങ്ങനെയാണ്? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വ്യൂഡ് ഇൻടു 100. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ അബ്രിവേഷൻസ് എഴുതുമ്പോൾ എത്ര എണ്ണത്തില് എറേഴ്സ് വരുന്നുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ചാർട്ട് ചെയ്തിട്ടുള്ളത്, എത്ര മെഡിസിൻസ് ആണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 100. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ ഓൺ അബ്രിവേഷൻസ്, അതിന്റെ പെർസെന്റേജ് നമുക്ക് കിട്ടും. എന്താ പറഞ്ഞത് ഫോർമുല? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ ഓൺ അബ്രിവേഷൻസ്. നമ്മൾ ചുരുക്കി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര എണ്ണത്തിലെ തെറ്റുകള് പിശകുകൾ വന്നിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര മെഡിസിൻസ് ആണ് നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 100. ക്ലിയർ ആണോ? ഓക്കെ ഇനി സെക്ഷനില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഒന്ന് പറഞ്ഞു തരാം, മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് വൺ കേട്ടോ. ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് നിർബന്ധമായിട്ട് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഫോർമുല എന്താണ്? സം ഓഫ് ടൈം ടേക്കൺ ഫോർ initial assessment divided by total number of admission. Next important, fourth one, medication errors rate. And the formula is the total number of medication errors divided by total number of opportunities
of medication errors into 100. 4 ഒന്നും 4 ആ പേജിൽ പഠിക്കേണ്ടത് കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ? ഇനി നെക്സ്റ്റ് നോക്കാം. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? 1ഉം 4ഉമാണ് ആ ഫസ്റ്റ് പേജിൽ പഠിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ആണ് പെർസെന്റേജ് ഓഫ് 6th one ആണ് പറയുന്നത്. പെർസെന്റേജ് ഓഫ് inpatient developing adverse drug reactions. Adverse drug reactions. Okay. എന്താണ് adverse drug reaction is a response to a drug which is toxic. Toxic എന്ന് പറഞ്ഞാൽ എന്താണ്? Toxic എന്താ മീനിങ്? ടോക്സിക് എന്ന് പറഞ്ഞാല് വിഷം അല്ലെ? ഓക്കെ. And uninjured and which happens and does normally used in man for prophylaxis. Prophylaxis എന്ന് പറഞ്ഞാല് രോഗനിവാരണം. Prophylaxis. Diagnosis അറിയാലോ? Diagnosis or therapy of disease or for the medication of psychological function. എന്താണ് പറയുന്നത്? സോറി, ഫിസിയോളജിക്കൽ ഫങ്ഷൻ കേട്ടോ. ഫിസിയോളജിക്കൽ ഫങ്ഷൻ. ഇവിടെ പറയുന്നത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപേഷ്യന്റ് അല്ലെ, കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസ് ആണ് അല്ലെ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. എന്താണ് മോനെ? മോഡിഫിക്കേഷൻസ് ആണ് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു പോയപ്പോ തെറ്റിയതാണ്. മെഡിസിൻ എന്നാണോ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? മോഡിഫിക്കേഷൻ ഓഫ് ഫിസിയോളജിക്കൽ ഫങ്ഷൻ. ഓക്കെ, ഫിസിയോളജിക് ഫങ്ഷൻ. അപ്പോ ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യൻസ് എന്താണ്? കിടന്ന് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മള് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ ഇൻപേഷ്യൻസിന് ഡ്രഗ് റിയാക്ഷൻ വരാം. എങ്ങനെ വരാം? ഒരു ഇൻപേഷ്യന്റിന്റെ ബോഡിയിലേക്ക് നമ്മള് ഡ്രഗ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടോക്സിക് ആണെന്ന് തോന്നിയിട്ട് ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ട് ചെയ്യുന്നുണ്ട്. അലർജിറ്റിക് അല്ലെ? അലർജി വരാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ ചൊറിച്ചിലോ അല്ലെങ്കിൽ തടിച്ചു പൊന്തല് ഇല്ലേ? അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ അലർജി, എന്തെങ്കിലും മരുന്നിന്റെ അലർജിക്ക് ആയിട്ട് ഛർദി, അങ്ങനെയുള്ള കാര്യങ്ങൾ, തടിപ്പ്, ഇതൊക്കെ വരാറുണ്ട് അല്ലെ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ പറയുന്നത് റിയാക്ഷൻ സംഭവിക്കാം. അപ്പൊ എന്താ പറയുന്നത്? ഇൻപേഷ്യന്റിന് ഡ്രഗ് റിയാക്ഷൻ വരാം അല്ലെ? നമ്മള് ഇൻപേഷ്യന്റിനെ കിടത്തി ചികിത്സിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെ മരുന്നുകൾ കൊടുക്കുമ്പോ അവർക്ക് അവരുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ടോക്സിക് ആണെന്ന് കരുതിയിട്ട് അവരുടെ ബോഡി റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി നോക്കാം. രോഗനിവാരണം. പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞാല് രോഗനിവാരണത്തിനോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡ്രഗുകൾ കൊടുക്കുന്നത്? രോഗനിവാരണത്തിനോ രോഗനിർണയത്തിനോ എന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട തെറാപ്പിക്കോ ശരീരപ്രവർത്തനങ്ങളില് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നോർമൽ ആയിട്ട് നമ്മൾ അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുന്നതാവാം. ഓക്കെ. പിന്നെ പ്രോഫിലാക്സിസ്, ഡയഗ്നോസിസ്, തെറാപ്പി ഓഫ് ഡിസീസസ് ഫോർ മോഡിഫിക്കേഷൻ ഓഫ് ഫിസിയോളജിക്കൽ ഫങ്ഷൻ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ മരുന്നുകൾ കൊടുക്കുന്നതാവാം. അപ്പൊ എന്താണ്? പക്ഷേ അവരുടെ ബോഡി അതിനെ എന്ത് ചെയ്യുന്നില്ല? ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോ ടോക്സിക് ആണെന്ന് കരുതിയിട്ട് ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് അലർജിയൊക്കെ വരുന്നത് കേട്ടോ. അലർജി ഇപ്പൊ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ തടിപ്പ് വരാം, ഛർദി വരാം, അല്ലെങ്കിൽ ചൊറിച്ചില് വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ. അപ്പോ അതിനെയാണ് നമ്മള് റിയാക്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രതിരോധ കുത്തിവെപ്പുകളൊക്കെ നമ്മൾ എടുക്കുമ്പോ അവര് നമ്മളെ ജസ്റ്റ് ഒന്ന് അവിടെ ഇരുത്താറുണ്ട് അല്ലെ? ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1/4 മണിക്കൂറൊക്കെ. എന്തിനു വേണ്ടിയിട്ടാണ്?
എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ മറ്റു പ്രതിരോധ കുത്തിവെപ്പുകളൊക്കെ എടുക്കാൻ പോകുമ്പോ അവരെടുത്താറില്ല അങ്ങനെ ഹെൽത്ത് സെന്ററിലൊക്കെ കണ്ടിട്ടുണ്ടാകുന്ന ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അലർജി ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇരുത്തുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഓർ എന്താണ് ശ്രീലക്ഷ്മി? ഓക്കെ, മെസ്സേജ് മാറിപ്പോയതാണോ? ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് divided by number of inpatients into 100. Okay, അതിന്റെ ഫോർമുല എന്താണ്? ഇൻ പേഴ്സന്റ് എത്ര ഇൻപേഷ്യന്റ് അവിടെ കിടക്കുന്നുണ്ട് അല്ലെ, അവർക്ക് എത്ര പേർക്കാണ് ഇങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട് ഡിവൈഡഡ് ബൈ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ടോട്ടൽ ഇൻപേഷ്യൻസിന്റെ എണ്ണം. അതേ ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ കിട്ടും. അതിന്റെ പെർസെന്റേജ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. എന്താണ് അതിന്റെ ഫോർമുല പറഞ്ഞത്? എത്ര പേർക്ക് അഡ്മിറ്റ് ആയിട്ടുള്ള എത്ര പേർക്കാണ് ഇങ്ങനെ മരുന്നുകൾ കൊടുക്കുമ്പോൾ റിയാക്ഷൻ ഉണ്ടായിട്ടുള്ളത്, അവരുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു അല്ല ഡിവൈഡഡ് ബൈ എത്ര പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എത്ര പേര് അഡ്മിറ്റ് ആയി കിടക്കുന്നുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആണോ ഫോർമുല? ഓക്കെ, ഒന്ന് വായിക്കണോ? രണ്ട് ഫോർമുലയും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും ഡൗട്ടോ കിട്ടാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻസർ കിട്ടിയില്ല അഞ്ജു? എത്രയായിരുന്നു? എന്താ ഡൗട്ട് വന്നേ? ആ, 8 എന്ത് പറ്റി ഡൗട്ട് വരാൻ? ആ ഹെഡിങ്ങിൽ തന്നെ ഉണ്ടല്ലോ. ഡൗട്ടായിരുന്നോ? നീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആണോ? അയ്യോ, ഞാൻ ഓപ്ഷൻ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ചിലപ്പോ പ്രിന്റ് ചെയ്തപ്പോ ചിലപ്പോ തെറ്റുണ്ടാവേ. ഓപ്ഷൻ ഇല്ല അല്ലെ? ഓക്കെ, അങ്ങനെ ഡൗട്ട് വന്നാലും മിസ്സിനോട് ചോദിക്കാം. മിസ് ഒന്ന് നോക്കിയിട്ട് പറയാം. 8 കേട്ടോ അതിന്റെ ആൻസർ. ഓക്കെ ഓക്കെ, 8. ചിലപ്പോ പ്രിന്റ് ചെയ്തപ്പോ തെറ്റ് വന്നിട്ടുണ്ടാവും അടിച്ചു കൊടുത്തപ്പോഴൊക്കെ. ഓക്കെ, മിസ് നോക്കിയിട്ട് പറയാം. 8 കേട്ടോ ആൻസർ. 8. മോക്ക് ടെസ്റ്റിൽ ചിലപ്പോ തെറ്റ് വന്നിട്ടുണ്ടാവാം അല്ലെ. എന്തെങ്കിലും ഡൗട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടോ. ചിലപ്പോ ഓപ്ഷൻ മാറി ചിലപ്പോ പ്രിന്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരുടെയും ചെയ്യുമ്പോഴൊക്കെ ഒരു മിസ്റ്റേക്ക് വരാം, അതുകൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഫോർമുല നോക്കിയോ? കിട്ടുന്നുണ്ടോ ഫോർമുല? മനസ്സിലായോ? ഓക്കെ, ഇനി 7th ഏതാണ് ഡെഫിനിഷൻ നോക്കേണ്ടത്? ഡെഫിനിഷൻ എന്ന് പറഞ്ഞത് ഏതാ? ഏതിന്റെയൊക്കെയാണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞത്? ഏതാണ് ആൽവിൻ? ഈ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫുകളാണോ ഉദ്ദേശിച്ച ഫോർമുലയുടെ? ഇതാണോ?
എക്സ്പ്ലനേഷൻ ആണോ? എക്സ്പ്ലനേഷൻ പഠിക്കേണ്ട, നിങ്ങൾ ഫോർമുല മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഫോർമുല വരുള്ളൂ ക്വസ്റ്റ്യൻ. മിസ് പറഞ്ഞു തരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് മാത്രം പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. 7th കണ്ടോ, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. OT എന്താ? OTയുടെ ഫുൾ ഫോം എന്താ? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. ഓക്കെ, ഇനി അൺപ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലാൻ ചെയ്യാതെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെയുള്ള തിരിച്ചു വരവ്, അതാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമുക്ക് നോക്കാം. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ ഉള്ള തിരിച്ചു വരവ്, അതിന്റെ പെർസെന്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അൺപ്ലാൻഡ് റിട്ടേൺ ടു OT ഈസ് defined as any secondary procedure need for a complication that result directly from their index operations during the same admission. Example നോക്കിയേ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ്, ഡീബ്രീഡിംഗ്. ഇനി നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചിലപ്പോൾ ഒരു രോഗിയെ ഓപ്പറേഷൻ വിധേയമാക്കി. അപ്പോ ചിലപ്പോ എന്താണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോ പിന്നെയും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡറി പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരാറുണ്ട്. മനസ്സിലായോ? ഈ ഓപ്പറേഷൻ കഴിഞ്ഞു, പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോ തിരിച്ച് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. അതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പല രോഗികൾക്കും സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കണക്ഷൻ കിട്ടിയോ? ഓക്കെ, ഇനി എന്താണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ്, ഡീബ്രീഡിമെന്റ്. ഡീബ്രീഡിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അൺഹെൽത്തി ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ. ഓക്കെ, അൺഹെൽത്തി ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഡീബ്രീഡിമെന്റ് എന്ന് പറയുന്നത്. അൺഹെൽത്തി ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ, അതാണ് ഡീബ്രീഡിമെന്റ്. അത് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാം അല്ലെ. 2-3 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസമൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും ബ്ലീഡിങ് സംഭവിക്കുമ്പോൾ വീണ്ടും തിരിച്ചെടുത്ത് ചെയ്യാം, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇനി എന്താണ് സെക്കൻഡറി സ്വിച്ചറിങ്. സെക്കൻഡറി സ്വിച്ചറിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ സ്റ്റിച്ച് പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ സ്റ്റിച്ചിന് പഴുപ്പ് ഉണ്ടാവാം ഇല്ലേ. പല ആളുകളിലും സംഭവിക്കുന്നുണ്ട് അല്ലെ. സ്റ്റിച്ച് ഒക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് പൊട്ടാം, സ്റ്റിച്ചിന് പഴുപ്പ് വരാം. അതൊക്കെയാണ് സ്വിച്ചറിങ് എന്ന് പറയുന്നത്. ഇനി എംബോലോക്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസില് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുകയോ അത് നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ, അതാണ് എംബോലോക്ടമി. ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാകുമ്പോ അത് നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ, അതാണ് എംബോലോക്ടമി എന്ന് പറയുന്നത്. അങ്ങനെ നീക്കം ചെയ്തിട്ട് വല്ല സ്റ്റിച്ചുകളോ അല്ലെങ്കിൽ പഴുപ്പോ സംഭവിക്കുമ്പോൾ തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരാം. ഇനി എന്താണ് ഇവാലുവേഷൻ അണ്ടർ അനസ്തീഷ്യ. അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ വിലയിരുത്താനും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, അതും എന്താണ് രണ്ടാമത് തിരിച്ചു വരുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോ അത് നോക്കാനായിട്ട് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പേഷ്യൻസ്. അതൊക്കെ എന്താണ് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു തിരിച്ചു വരവാണ് അല്ലെ, ഇതിനുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോ. ഓക്കെ, ഇനി അതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കാം. നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT divided by number of patient who underwent surgeries in OT into 100. ഓക്കെ, ഇവിടെ പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ വന്ന പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം അൺപ്ലാൻഡ് റിട്ടേൺ ടു OT അല്ലെ.
ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ വന്ന പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു underwent surgeries in the OT. എന്താ പറയുന്നത്? സർജറിക്ക് വിധേയമായവരുടെ എണ്ണം, അവരുടെ ടോട്ടൽ നമ്പർ, സർജറിക്ക് വിധേയമായവരുടെ ടോട്ടൽ എണ്ണം into 100. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT കിട്ടുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഒന്നുകൂടിയും പറയാം. നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ വന്ന പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ സർജറിക്ക് വിധേയമായവരുടെ എണ്ണം into 100. ക്ലിയർ ആണോ? ഓക്കെ ആണോ ഫോർമുല? ഓക്കെ, അപ്പൊ ഈ 7th വണ്ണും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 7th വണ്ണും കൂടി അണ്ടർലൈൻ മാർക്ക് ചെയ്ത് വെക്കാം. 1 for 7th വൺ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഇത്രയും വരെ എടുത്തത് ഓക്കെ ആണ്. ഫോർമുല പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂമറേറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അതാണ് കുറുക്ക് വഴി. ഓക്കെ, എളുപ്പ വഴി അതാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. 32 ഫോർമുലാസ് ഉണ്ട്, അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് അടയാളപ്പെടുത്തി തരാം, അത് ജസ്റ്റ് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്? ഒന്നുമില്ലല്ലോ, ഒരു ഡൗട്ടും ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു.